വരാൻ കുറച്ച് ലേറ്റ് ആവും. വീട്ടിലാരെങ്കിലും ചോദിച്ചാ ഒന്ന് മാനേജ് ചെയ്തേക്കണേ. നീ എവിടേക്കാ പോകുന്നത്? ഒത്തിരി കാലം കൂടിയാ എന്റെ ഒരു ഫ്രണ്ട് പബ്ബിലേക്ക് വിളിച്ചത്. ഒന്ന് പോയിട്ട് വരട്ടെ. നീ ഈ പബ്ബും പാർട്ടിയൊക്കെ കുറച്ചു നാളത്തേക്ക് മാറ്റിവെക്ക്. അരുണിമ്പ ചേച്ചിക്ക് ഇതൊന്നും ഇഷ്ടമല്ലാന്നുള്ള കാര്യം നിനക്ക് അറിയാവുന്നല്ലേ മഞ്ജരി? ഖമോൺ ആന്റി, അരുണിമാന്റി എങ്ങനെ അറിയാനാ? ഒന്നുകിൽ ആന്റി പറയണം, അതല്ലെങ്കിൽ ഞാൻ പറയണം. നമ്മള് പറയാതിരുന്ന കാര്യം കഴിഞ്ഞില്ലേ? അതുകൊണ്ടല്ല മഞ്ജരി, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചു നോക്ക്. ആന്റി, ഈ മിഥുന്റെ മേഘനയുടെ ഇടയിൽ കിടന്ന് ഞാനാകെ ചതഞ്ഞറിഞ്ഞിരിക്കുക. എനിക്ക് എന്തെങ്കിലും ഒരു റീഫ്രഷ്മെന്റ് വേണം. അത് മാത്രമല്ല, ഫ്രണ്ട്സിനൊപ്പം ഒന്ന് പുറത്തു പോയിട്ട് എത്ര കാലം കഴിഞ്ഞു. പ്ലീസ് ആന്റി, വേണ്ടെന്ന് പറയല്ലേ. ഞാനൊന്ന് ചെന്ന് റെഡി ആവട്ടെ, ഓക്കെ അല്ലേ? ഓക്കെ. കല്യാണം കഴിയുന്നവരെ ഒന്ന് ശ്രദ്ധിച്ചൂടെ ഇവക്ക്? മേഘന എന്തായാലും ഇവിടുന്ന് പൊയ്ക്കോളും. പിന്നെ എല്ലാം സ്വന്തം കയ്യിലായെന്നുള്ള വിചാരം ആ പാവത്തിന്. ഇവളീ പോകുന്ന കാര്യം ആ മലമ്പുഴേക്ഷി അറിഞ്ഞ മേഘനയുടെ പുറകെ ഇവളെയും പറഞ്ഞുവിടും. പറഞ്ഞിട്ട് ഈ പെണ്ണിന് മനസ്സിലാവുന്നില്ലല്ലോ. ഈ മോം എന്താ ഇങ്ങനെ? കൂട്ടുകാരുടെ മോളെ കൊണ്ടുവന്ന് എന്റെ തല കെട്ടിവെക്കാൻ പോണെന്തിനാ? എനിക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നൊരു ചോദ്യം പോലും ഇല്ല. ചെവിക്കകത്ത് ഈ ഒരുക്കി ഒഴിക്കുന്ന പോലെ മോമിന്റെ പിറകെ ചലച്ച് ശല്യപ്പെടുത്തി നടക്കുന്നേ. സമ്മതിച്ച് കൊടുക്കാൻ പറ്റുന്ന കാരണങ്ങളൊന്നും കാണുന്നുമില്ല എന്ന് കരുതി വേണ്ടെന്ന് തീർത്തു പറയാൻ ചാരു ഒരു കാരണമാണോ എന്നുള്ള ക്ലാരിറ്റിയും ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ എന്റെ മനസ്സിനുള്ളിൽ ചാരു ഉണ്ടോ? ചാരുവിനെ ഞാൻ എന്റെ ഭാര്യയായി ആഗ്രഹിക്കുന്നുണ്ടോ? ഭഗവാനെ, ഇതെന്തൊരു കൺഫ്യൂഷനാ. ആദ്യം ഈ കൺഫ്യൂഷൻ ഒരു ക്ലാരിറ്റി ഉണ്ടാവണം. എന്റെ മനസ്സിൽ ചാരു ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനാണോ ക്ലാരിറ്റി ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ ചാരുവിന്റെ മനസ്സിൽ ഞാനുണ്ടോ എന്നുള്ളതിനാണോ ആദ്യം ക്ലാരിറ്റി വേണ്ടത്? വാട്ട് എവർ ഇറ്റ് മേ ബി, ആദ്യം ചാരുവിന്റെ കാര്യം അറിയണം. ഇതിപ്പോ അവൾ എന്നെക്കുറിച്ച് എന്താ കരുതുന്നതെന്ന് പോലും അറിയില്ല. എന്നെക്കുറിച്ചുള്ള അവളുടെ അഭിപ്രായം എന്താണെന്നാണ് ആദ്യം അറിയേണ്ടത്. അല്ലെങ്കിൽ അത് വേണ്ട, ഫോണിൽ ചോദിച്ചാൽ ശരിയാവില്ല. നാളെ നേരിട്ട് ചെന്ന് സീരിയസ് ആയിട്ട് തന്നെ ചോദിക്കണം. ഇന്റർവ്യൂവിന്റെ ഫോർമാലിറ്റീസ് കഴിഞ്ഞ ഉടനെ മഞ്ജരി എന്നെ ഈ ഫയൽ ഏൽപ്പിച്ചതാ. ഇത് സ്റ്റഡി ചെയ്യാൻ പറഞ്ഞുകൊണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് ഇനി ഒരു ക്വസ്റ്റ്യൻ സെഷൻ ഉണ്ടായിരിക്കോ? ഈ പേപ്പർ മിഥുനേട്ടൻ കണ്ട പിന്നെ അത് മതി. ചോദ്യങ്ങൾ ചോദിച്ചെന്നെ ശ്വാസം മുട്ടിക്കും. ഇതെന്തിന്റെ പേപ്പേഴ്സാ? ഇങ്ങോട്ട് തന്നെ, ഇങ്ങോട്ട് തരാൻ. തരാനല്ലേ പറഞ്ഞേ? ചേടാ, തരാൻ തരാൻ. വെറും പേപ്പേഴ്സ് അല്ലേ, പിന്നെന്തിനാ മാണിക്കം പോലെ ഒളിപ്പിക്കുന്നേ? വേറൊരു കമ്പനിക്കാരുടെ പേപ്പേഴ്സ് അല്ലേ, അതെന്തിനാ മറ്റുള്ളവരെ കാണിക്കുന്നേ? ഓ പിന്നെ, ഇതേതെങ്കിലും കമ്പനിയുടെ ടെൻഡർ ആണോ?
അത് നോക്കി കൂട്ടി എഴുതി കൊടുക്കാനായിട്ട് അവളുടെ ഒരു പേപ്പർ. അതിരിക്കട്ടെ, ഏത് കമ്പനിയിലാ ജോയിൻ ചെയ്തേ? പറയ്, ഒന്നറിയട്ടെ. ഞാൻ അവിടെ വിളിച്ച് നിന്നെക്കുറിച്ചൊന്നും പറയുന്നു പേടിക്കണ്ട. ഇപ്പൊ അറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനാ? ഞാൻ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലി ചെയ്തോട്ടെ. ആ, നീ എവിടെയോ എന്ത് വേണേലും ചെയ്യ്. ഇനി ഏത് ജോലിയാണെങ്കിലും ശരി, എനിക്കൊരു പ്രശ്നവുമില്ല. കഴിഞ്ഞ ദിവസം ഒരു ഫ്രോഡിന്റെ അടുത്ത് ചെന്ന് പെട്ടതാണല്ലോ, അതുപോലെ ചെന്ന് പെടണ്ടല്ലോ എന്ന് വിചാരിച്ച് ചോദിച്ചതാ. സോ അതുകൊണ്ട് എന്നോടൊന്ന് സൂചിപ്പിക്കുന്നത് നല്ലതാ. ഈ പ്രാവശ്യം പേരുള്ളൊരു കമ്പനിയിൽ തന്നെയാ ചേർന്നെ. എന്നോർത്ത് അതിന്റെ കാര്യത്തിൽ വിഷമിക്കണ്ട. എന്നാലും നിനക്ക് ഈ ജോലിയുടെ വല്ല ആവശ്യമുണ്ടായിരുന്നു? ഈ പിടിവാശിയൊന്നും മാറ്റിവെച്ചിട്ട് ഞാൻ പറയുന്നൊന്ന് അനുസരിച്ചുകൂടെ? മിഥുനേട്ടാ പ്ലീസ്, ഈ കാര്യത്തിൽ എന്നെ ഉപദേശിക്കാനോ വിലക്കാനോ ദയവ് ഇത് നിൽക്കരുത്. എന്റെ തീരുമാനം ഉറച്ചതാണ് മിഥുനേട്ടാ. എന്ത് വന്നാലും ഞാൻ ജോലിക്ക് പോവും. ഇനി ഇതിനെക്കുറിച്ച് നമ്മൾ തമ്മിൽ സംസാരിച്ച് വെറുതെ വഷളാക്കണം. ആയിക്കോട്ടെ, നിന്റെ സൗകര്യം പോലെ ആവട്ടെ. എന്നാലും എവിടെയാ ജോയിൻ ചെയ്തതെന്ന് ആ കമ്പനിയുടെ പേരെങ്കിലും പറഞ്ഞൂടെ? ഇന്നല്ലെങ്കിൽ നാളെ നീ അത് പറയുമെന്ന് എനിക്കറിയാം. ഇനിയിപ്പോ നീ പറഞ്ഞില്ലെങ്കിലും ഞാനത് കണ്ടുപിടിച്ചോളാം. എത്ര നാള് കഴിഞ്ഞ പബ്ബിലേക്ക് വരുന്നേ? ഈയിടെയായിട്ട് എനിക്ക് ഒട്ടും സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര ബിസി ആയിരുന്നു. ശരിയടി, പ്രേമിച്ചവൻ വേറൊരുത്തിയെ കല്യാണം കഴിച്ചു കഴിഞ്ഞ് അവനെ കാമുകനായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്ന് പറയുന്നത് കൊച്ചു കാര്യമാണോ? പോടിയോടന്ന്, നിനക്കൊരു കോമഡി അല്ലേ? പക്ഷെ അവിടെ മാറ്റർ വളരെ സീരിയസ്. ആയിക്കോട്ടെ, എവിടെയെങ്കിലും നീ ഇതൊക്കെ ഒന്ന് മറക്കാൻ നോക്ക്, എന്നിട്ട് ഹാപ്പി ആയി എൻജോയ് ചെയ്യ്. ലെറ്റ്സ് ഡാൻസ്. ജോഷ്! ഹലോ ഹലോ, എക്സ്ക്യൂസ് മീ. ഹലോ, യാ ആ ഫയൽ ഇപ്പൊ എന്റെ അടുത്ത് തന്നെ ഉണ്ട്. എന്ത്? നാളേക്കുള്ളിൽ ആ ഫയൽ സ്റ്റഡി ചെയ്യണമെന്നോ? അത്ര അർജൻസി എന്താ ഇപ്പോ? ആ ശരി, എന്നാ എന്ത് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. എന്താടി, എന്താ കാര്യം? ഒത്തിരി നാളുകൾക്ക് ശേഷം ഒന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടി വന്നത്. അപ്പോഴേക്കൊരു അർജന്റ് ഓഫീസ് വർക്ക്. നേരം വെളുക്കും മുമ്പ് ഒരു ഫയൽ സ്റ്റഡി ചെയ്ത് റിപ്പോർട്ട് കൊടുക്കണം അത്രേ. എന്നിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? ഇറ്റ്സ് ഓക്കെ, നിങ്ങൾ ചെന്ന് എൻജോയ് ചെയ്തോളൂ. ഞാനൊരു ഹാഫ് ആൻ അവറിൽ വരാം. ഇന്നലെ ഇന്റർവ്യൂവിന് ചെന്നപ്പോ കൊടുത്ത നമ്പറിലേക്ക് മഞ്ജരി എന്തിനാ വിളിക്കുന്നത്? ഇനി ജോബിനെ കുറിച്ച് എന്തെങ്കിലും പറയാനായിരിക്കോ? ഹലോ മഞ്ജരി മാഡം, പറയൂ. ഹലോ മേഘാനന്ദ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. റൈറ്റ് നൗ ഞാൻ ഓവർ ദ വെന്യൂ പബ്ബിലാണ് ഉള്ളത്. നീ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരണം. പബ്ബിലേക്കോ? ഞാനോ? ഞാനെന്തിനാ മാഡം? നിന്നെ വിളിച്ചത് വെള്ളം അടിച്ച് പൂസായി പാമ്പ് കളിക്കാനല്ല, ഓഫീസിലെ കാര്യ. പെട്ടെന്ന് വരണം. ഈ സമയത്ത് ഓഫീസിൽ എന്ത് കാര്യം മാഡം? ഇന്റർവ്യൂവിന് വന്നപ്പോ തൊട്ട് ഞങ്ങൾ പറഞ്ഞതാ 24 മണിക്കൂർ റെസ്പോൺസിബിലിറ്റി ഉള്ള ജോബാണെന്ന്. എന്താ മറന്നുപോയോ?
പറഞ്ഞായിരുന്നു മാഡം. എന്നാലും നിന്റെ എന്നാലും കൊണ്ട് പുഴുങ്ങി തിന്ന്. ഞാൻ നിനക്ക് ലൊക്കേഷൻ അയക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് വരാൻ നോക്ക്. ആയിക്കോട്ടെ മാഡം. ഇതെന്താ ഇവള് ഈ സമയത്ത് പബ്ബിലേക്ക് വരാൻ പറയുന്നേ? പോണെങ്കി വീണ്ടും വേഷം കിട്ടി വേണ്ട ഇറങ്ങാൻ. എന്തു പറ്റിയമ്മേ? കുറെ നേരമായാലും ചുമക്കാൻ തുടങ്ങിയിട്ട് ടാബ്ലറ്റ്സ് കഴിച്ചില്ലായിരുന്നോ? കഴിച്ചതാരണമേ. ചിലപ്പോ ഇംഗ്ലീഷ് മരുന്ന് ഇങ്ങനെ അസുഖത്തിന് പോലും അതിനെ പുല്ല് വിലയാ. അങ്ങനെ തോന്നുമ്പോ നമ്മുടെ കഷായം അത് കുടിച്ചാലേ ഈ ചുമയൊന്നും മാറിക്കിട്ടു. എന്നാ നമുക്ക് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോയിട്ട് വന്നാലോ? ഹോസ്പിറ്റലിലൊന്നും പോകേണ്ട കാര്യമില്ല മിഥുൻ. ഇങ്ങനെ വരാറുള്ളപ്പോ മേഘന ഒരു കുരുമുളക് കഷായം ഉണ്ടാക്കും. അങ്ങനെ വല്ലതും കുടിച്ചാ അപ്പ കുറഞ്ഞോളും. ഇതൊക്കെ മേഘനയാ നോക്കിയിരുന്നേ. എടാ സുദീപേ, ഇങ്ങോട്ട് വന്നേ. ആ എന്താണ് വല്യമ്മേ? നീ ചെന്ന് കുറച്ച് കുരുമുളക് കഷായം ഉണ്ടാക്കിയിട്ട് വാ. മേഘന ചേച്ചിയെ പോലും ഉണ്ടാക്കാൻ എനിക്ക് അറിയില്ല വല്യമ്മേ. അതുപോലെ തന്നെ വേണമെന്നൊന്നും ഇല്ലടാ. നിനക്കറിയാവുന്ന പോലെ ഉണ്ടാക്കിയാ മതി. ശരി, ഞാൻ നോക്കട്ടെ വല്യമ്മേ. വല്യമ്മേ, വീട്ടില് കുരുമുളകൊന്നും കാണുന്നില്ലല്ലോ. കാണുന്നില്ലെന്ന് പറഞ്ഞാ എങ്ങനെയാടാ? വല്യമ്മയ്ക്ക് കഷായം ഉണ്ടാക്കാൻ വേണ്ടിട്ട് മേഘനേച്ചി അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചേച്ചിയുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാ. എന്നാ പിന്നെ അത് അവളോട് തന്നെ ചോദിച്ചുകൂടായിരുന്നോ? മേഘന ചേച്ചി വീട്ടിലില്ല വല്യമ്മേ. മേഘന ഇവിടെ ഇല്ലെന്നോ? അവളെവിടെ പോയി? എന്നോടൊന്നും പറഞ്ഞിട്ടില്ല വല്യേട്ടാ. കുറച്ചു മുമ്പ് ഇറങ്ങി പോകുന്നു കണ്ടു. എങ്ങോട്ടാണെന്നൊന്നും ഞാൻ ചോദിച്ചുമില്ല. എന്നാ പിന്നെ നീ കടയിൽ പോയിട്ട് വാ. കുരുമുളക് വാങ്ങി കഷായം ഉണ്ടാക്കി അമ്മയ്ക്ക് കൊടുക്കാൻ നോക്ക്. ആയിക്കോട്ടെ മാഡം. വീട്ടിലെ മരുമോളാന്നും പറഞ്ഞ് പ്രസംഗിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ 6 മാസം വീട്ടിലെ നിയമങ്ങളും ചിട്ടകളൊക്കെ പാലിക്കണമെന്നില്ല അവൾക്ക്. അസമയത്ത് ഇറങ്ങി പോവാന്ന് വെച്ചാ പാതിരാത്രിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാ, വെളുപ്പം കാലത്ത് കേറി വരിക. അരുണിമേ, അവൾ എന്ത് അത്യാവശ്യത്തിന് പോയതാണാവോ? എന്ത് അത്യാവശ്യമാണെങ്കിലും വീട്ടിൽ ആരോടെങ്കിലും പറഞ്ഞിട്ട് വേണ്ട പോവാൻ. വിവാഹമോചനം കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ അവൾ ഈ വീട്ടിലെ മരുമോളുടെ സ്ഥാനത്ത് തന്നെ. അവൾക്ക് വല്ലതും പറ്റിയാ നമുക്കല്ലേ റെസ്പോൺസിബിലിറ്റി? അവൾക്ക് വല്ലതും പറ്റുമോന്ന് നിനക്ക് ഇപ്പോഴാണോ ഓർമ്മ വരുന്നത്? അമ്മായിയമ്മയുടെ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് ഇപ്പോഴാണോ ചിന്തിച്ചേ? മേഘന ഈ വീട്ടിലെ മരുമകളാണ് പോലും. എന്നിട്ട് അവളോട് ആ രീതിയിലാണോ ഈ വീട്ടിലുള്ളവരൊക്കെ പെരുമാറുന്നേ? അറ്റ്ലീസ്റ്റ് ഒരു മനുഷ്യ സ്ത്രീ ആയിട്ടെങ്കിലും അവളെ ആരെങ്കിലും പരിഗണിച്ചിട്ടുണ്ടോ? വീട്ടിൽ വളർത്തുന്ന പട്ടിക്ക് പോലും അവളെക്കാൾ സ്ഥാനമുണ്ട്. അപ്പൊ പിന്നെ അവൾ ആരോട് പറഞ്ഞിട്ട് പോണമെന്നാ? പറഞ്ഞാലും ആരും അവളെ ശ്രദ്ധിക്കാനില്ലെന്ന് അറിയാവുന്നത് കൊണ്ടാ അവളുടെ കാര്യങ്ങൾ അവൾ തന്നെ നോക്കാൻ തുടങ്ങിയത്. നമ്മൾ അവളോട് കാണിക്കുന്നൊക്കെ മറന്നുകൊണ്ട് വെറുതെ ഇരുന്ന് പ്രസംഗിക്കുന്നതിനായിരുന്നുമേ. അവളെ സപ്പോർട്ട് ചെയ്തതൊക്കെ മതി. എന്തൊക്കെ തന്നെയായാലും ഈ സമയത്തൊന്ന് പുറത്തേക്ക് പോകുമ്പോ ഇവിടെ ആരോടെങ്കിലും അനുവാദം വാങ്ങണ്ടേ? ഇങ്ങനെ സ്വന്തം കാര്യം സിന്ദാബാദും പറഞ്ഞ് പാതിരാത്രിക്ക് ഇറങ്ങിപ്പോയി വെളുപ്പാങ്കാലത്ത് തിരിച്ചു വരാന്ന് പറഞ്ഞാല് ഞാനത് സഹിക്കില്ല. ഇതിവിടെ നടക്കില്ല. അവളിങ്ങോട്ട് വരുമല്ലോ, അപ്പ വച്ചിട്ടുണ്ട് അവൾക്കുള്ള വിഹിതം. ഹലോ മാഡം, how are you? നീ ആരാ?
ഇതെന്താ മാഡം, ഈ കള്ളസ്വാമിജി അങ്ങോട്ട് മറന്നുപോയോ? കാഷായ വേഷം ധരിപ്പിച്ചുകൊണ്ട് എന്നെ കൊണ്ട് എന്തൊക്കെയാ ചെയ്യിപ്പിച്ചത്. പിന്നെ കാശ് ഒരുപാട് തരുന്നുണ്ടല്ലോ. എന്നാലും അത്ര പെട്ടെന്ന് അങ്ങോട്ട് മറന്നു കളഞ്ഞല്ല. ഓ, സ്വാമിജി സിവിൽ ഡ്രസ്സിൽ പബ്ബിൽ വന്നാണല്ലേ? അതുകൊണ്ട് തിരിച്ചറിയാൻ പറ്റാഞ്ഞത്. നിന്റെ കാഷായ വസ്ത്ര യൂണിഫോമിലായിരുന്നെങ്കി ഷടേന്ന് കണ്ടുപിടിച്ചേനെ. അതിരിക്കട്ടെ, നീ എന്താ ഇവിടെ? സ്വാമിജിയുടെ വേഷം ധരിച്ചപ്പോ തൊട്ട് കയ്യിൽ നിറച്ച് കാശ് കിട്ടുകയല്ലേ, അതൊക്കെ ആഘോഷിക്കണ്ടേ മേഡം? ആ, വേണം വേണം. ഒറിജിനൽ സ്വാമിമാരായിരുന്നെങ്കിൽ ചിട്ടവട്ടങ്ങളോടുകൂടി ജീവിക്കണം. പക്ഷെ കള്ളസ്വാമിജിക്ക് ആഘോഷിക്കാം. അങ്ങനെ പറയണ്ട മാഡം. മാഡം എന്നാ ഞാൻ പോട്ടെ, നിങ്ങൾ അടിച്ചു പൊളിക്ക്. മാഡം, ഹലോ മാഡം. ഓ, മേഘാനന്ദ അപ്പോഴേക്കും എത്തിയോ? മേഘാനന്ദ, ഇതിലും മേഘനയുണ്ട്. അതുകൊണ്ട് തന്നെ നിന്നെ എനിക്ക് ഇഷ്ടമല്ല. ആ പേര് കേട്ടാ തന്നെ എനിക്ക് അടിമുടി വരയ്ക്കും. പിന്നൊരു കാര്യം മേഘാനന്ദ, നീയൊന്നും വിചാരിക്കണ്ട. ഈ മേഘയും മേഘനയൊക്കെ എനിക്ക് ഇഷ്ടപ്പെടാത്ത പേരുകളാ. ആ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇന്ന് ഈ നിമിഷം മുതൽ നിന്നെ ഞാൻ ലക്കിന്ന് വിളിച്ചോളാം. നിനക്ക് ഓക്കെ അല്ലേ? ഓക്കെ മാഡം. മാഡത്തിന്റെ കംഫർട്ട് അനുസരിച്ച് എങ്ങനെ വേണേലും വിളിച്ചോ. ദാറ്റ്സ് നൈസ്. മാഡം എന്തിനാ ഇങ്ങോട്ട് വിളിപ്പിച്ചേ? ആ, വാ മേഘ, വാ. മാഡം കം. ആ, പ്ലീസ് സിറ്റ്. ഇരിക്ക. പിന്നെ മേഘ, നാളെ നേരം വെളുക്കും മുമ്പ് നീ ഈ ഫയൽ മുഴുവൻ സ്റ്റഡി ചെയ്യണം. എന്നിട്ട് ഇതിന്റെ ഒരു റിപ്പോർട്ട് റെഡിയാക്കണം. ഞാനോ? നീ തന്നെ. ഞാനിപ്പോ അടിച്ച് പാമ്പായിരിക്കോ. ഇനി ഇതൊന്നും ചെയ്യാൻ എനിക്ക് രാത്രി പറ്റില്ല. സോ നീ വേണം അത് ചെയ്യാൻ. നല്ല റിപ്പോർട്ട് റെഡിയാക്കണേ. ഞാൻ ശ്രമിക്കാം മാഡം. ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോ ഇയാള് കള്ളസ്വാമിയാണല്ലേ? വേഷം കെട്ടി വന്നതായിരുന്നോ? ഇത്രയും നാളും പാവമ്മ ഇയാളും വിശ്വസിച്ചിരിക്കായിരുന്നു. കഷ്ടമുണ്ട്, അമ്മ ഇയാള് ചതിക്കാണെന്ന് അറിഞ്ഞിട്ടില്ല. ഇയാളെ എങ്ങനെയെങ്കിലും പിടിക്കണമല്ലോ. ലക്കി, നീ ഇതെങ്ങോട്ടായി പോന്നെ? പറയുന്നത് മുഴുവൻ കേട്ടിട്ട് പോ. അവിടെ ഇരിക്ക. മാഡം ഇരിക്കവിടെ. പറഞ്ഞോളൂ മാഡം. ഇതൊരു ഇമ്പോർട്ടന്റ് വർക്കാണ് കേട്ടോ. നാളെ നീ പ്രിപ്പയർ ചെയ്യുന്ന റിപ്പോർട്ടാ ക്ലയൻസിന് അയച്ചു കൊടുക്കാൻ പോകുന്നത്. യാതൊരു വിധത്തിലുള്ള തെറ്റും ഉണ്ടാവരുത്. കേട്ടല്ലോ? ഓക്കെ മാഡം. എന്നാ ഞാൻ പൊക്കോട്ടെ. പൊയ്ക്കോ. മഞ്ജരി, ലെറ്റ്സ് ഡാൻസ്. കം ഓൺ യാർ. യാ, ഐ ആം കമ്മിങ്. കേട്ടോ?
അയാൾ എങ്ങോട്ടായിരിക്കും പോയത്? കർണക്കുറ്റി അടിച്ചു പൊളിച്ച് കാര്യം പറയിക്കാന്ന് വിചാരിച്ചപ്പോ മുങ്ങിക്കളഞ്ഞല്ലോ. എന്തായാലും ഇക്കാര്യം അമ്മയോട് പറഞ്ഞേ മതിയാവൂ. ഓട്ടോ, അരുണിമേ, നീ എന്തിനാ ഇത്ര വലിയ സീരിയസ് ആയിട്ട് എടുക്കുന്നേ? ദീപം തെളിഞ്ഞു നിൽക്കുന്നത് വരെ മാത്രമേ അതിന് വിലയുണ്ടാകൂ. കരിന്തിരി കത്തിക്കെട്ടാലോ കാറ്റ് വീശി അണഞ്ഞാലോ അത് അന്ധകാരത്തിൽ അലിഞ്ഞു ചേർന്ന് ശൂന്യതയിൽ ലയിച്ചില്ലാതാകുന്നു. നമ്മുടെ കുടുംബമാനും ഇപ്പൊ അങ്ങനെയാ. കറ പുരളാത്തവരെ മാത്രമേ അന്തസ്സായി ജീവിക്കാൻ പറ്റൂ. പേരും പ്രശസ്തിയും നിലനിർത്താൻ ഓരോ ക്ഷണവും പാടുപെടുക. പക്ഷേ മേഘന ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ അതിര് കടന്നിപ്പൊരു ഭാരമായി മാറിയിരിക്കുക. നമ്മുടെ കുടുംബത്തെ ബാധിച്ച വലിയൊരു ശാപമാണവൾ. മേഘന അനുവാദം ചോദിക്കാതെ പുറത്തു പോയതിന് ഇത്രയും വലിയ വാക്കുകൾക്ക് പറയേണ്ട കാര്യമുണ്ടോ അരുണിമേ? കാര്യമുണ്ട് ജയേട്ടാ. വലിയ വലിയ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ കുടുംബത്തിന് പേരുദോഷം ഉണ്ടാവൂ എന്നുള്ളത് പറയാൻ പറ്റൂ ജയേട്ടന്. നാണക്കേടുണ്ടാവാൻ അവള് ചെയ്യുന്ന ഈ ചെറിയ കാര്യങ്ങൾ മാത്രം മതി. മേഘന ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മനഃപൂർവ്വമാണോ അതോ മണ്ടത്തരം പറ്റിയതാണോന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അവളെ മനസ്സിലാക്കാൻ ശ്രമിക്കും തോറും ഒരു വലിയ കടങ്കഥയായി മാറിക്കൊണ്ടിരിക്കുക. അമ്മേ, 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 അമ്മേ. ഇവിടെ നിൽക്കായിരുന്നോ? അമ്മയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണാവോ? ഇപ്പൊ കുറച്ചു കാലമായിട്ട് അമ്മ ഒരാളെ കണ്ണടച്ച് വിശ്വസിക്കുന്നില്ലേ? ആ വ്യക്തി പറയുന്നതനുസരിച്ചല്ലേ അമ്മ ഇവിടുത്തെ ഓരോ കാര്യങ്ങളും നീക്കുന്നത്? അയാൾ ഒരു കള്ളസ്വാമിയാ. മേഘന എങ്ങനെയാ ആ കള്ളസ്വാമിജിയുടെ കാര്യം മനസ്സിലാക്കിയത്? ഈശ്വര, അതിന്റെ പുറകിൽ ഞങ്ങളാണെന്ന് അവൾ അറിഞ്ഞോ? അയാൾ അമ്മയെ ഇത്രയും നാളും പറ്റിച്ചുകൊണ്ടിരിക്കായിരുന്നു. ഇനി ഒരിക്കലും അയാളെ വിശ്വസിക്കരുത്. അമ്മയുടെ ബലഹീനതയെ അയാൾ മുതലെടുക്ക. എന്ത് മണ്ടത്തരം ഈ പറയുന്നേ? അയാള് കള്ളസ്വാമിയാണെന്ന് നീ എങ്ങനെ അറിഞ്ഞു? ഞാൻ കുറച്ചു മുന്നേ വഴിയിൽ വെച്ച് അയാളെ കണ്ടു. കഴുത്തിൽ രുദ്രാക്ഷമില്ല, കാവ്യ വസ്ത്രം അയാൾ ധരിച്ചിട്ടുമില്ല. സാധാരണ ഒരു വ്യക്തിയെ പോലെ നടന്നു പോയ അടിച്ചു പൂസായിരിക്കായിരുന്നു. ഇതെന്താ മേഘനെ, പുതിയ നാടകത്തിന് വേദി ഒരുക്കാണോ? വീട്ടിലുള്ളവരുടെ ശ്രദ്ധ നിന്റെ നേരെ തിരിക്കാനും കുടുംബാംഗങ്ങളുടെ എല്ലാം മനസ്സിൽ സ്ഥാനം നേടിയെടുക്കാനും വേണ്ടി പുതിയൊരു കഥയും മെനഞ്ഞോണ്ട് വന്നിരിക്കുക. കഥ മെനഞ്ഞോണ്ടോ നാടകം കളിച്ചതുകൊണ്ടോ മറ്റുള്ളവരുടെയൊക്കെ സ്നേഹം പിടിച്ചുപറ്റി അവരുടെയൊക്കെ മനസ്സിൽ സ്ഥാനം നേടാനാവോന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്റെ ഉദ്ദേശം അതല്ല. പിന്നെ എന്താണാവോ ഉദ്ദേശം? ഓരോ ദിവസവും ഓരോ നാടകങ്ങൾ കളിച്ച് വീട്ടിലെ സമാധാനം നശിപ്പിച്ച് ഇവിടെ ഉള്ളവരെയൊക്കെ കണ്ടം വഴി ഓടിക്കാനാണോ നീ ശ്രമിക്കുന്നത്? എരുതിയിൽ എണ്ണ ഒഴിച്ച് കണ്ട് രസിക്കുന്നു. ഇതെന്തൊരു വികൃതിയാ? ചെറിയമ്മ എന്ത് പറഞ്ഞാലും ഞാൻ അറിഞ്ഞൊരു സത്യം ഇവിടെ അവതരിപ്പിച്ചു. അത് സ്വീകരിക്കണോ വേണ്ടെന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിച്ചോ. എന്തായാലും ആ കള്ള സ്വാമിജിയെ വിശ്വസിച്ച് കൂടുതൽ ചതിക്കപ്പെടാതിരുന്ന നിങ്ങൾക്ക് കൊള്ളാം. അതെ മേഘനെ, പുറംലോകമായിട്ടൊരു ബന്ധമില്ലാത്ത ഗ്രാമത്തിലാ നീ വളർന്ന്. ഞങ്ങൾ എല്ലാവരും വളർന്നതൊരു വലിയ സിറ്റിയിലും. ആരാണ് നല്ലവരെന്നും ആരാണ് മോശപ്പെട്ടവരെന്നും കണ്ടുപിടിക്കാനുള്ള കഴിവ് ഒരുപക്ഷെ നിനക്കുണ്ടായിരുന്നു വരില്ല. പക്ഷെ ഞങ്ങൾ ആരും അങ്ങനെയല്ല. ഞാനൊരു സാധാരണ കുഗ്രാമത്തിൽ വളർന്നവള് തന്നെയാ. പക്ഷെ എന്റെ കൺമുന്നിൽ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തത്ര വിഡ്ഢിയൊന്നുമല്ല ഞാൻ.